LDF-ഉം അതുപോലെ തന്നെ UDF-ഉം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പല ഘട്ടങ്ങളിലും ഞങ്ങളുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നതിനുള്ള വിവിധ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്തു, ആരുമായിട്ട് അങ്ങനെ ഒരു സഹകരണം വേണ്ട. കാരണം UDF LDF എന്ന് പറയുമ്പോൾ ഈ കേരളത്തെ മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ച് ഈ കേരളം ഒരു അനാഥാലയമാക്കിയ രണ്ട് പാർട്ടികളാണ്. അപ്പോൾ അവരുമായിട്ട് ആശയപരമായിട്ട് യോജിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു അലയൻസ് വേണ്ട എന്ന് തീരുമാനമെടുത്തത്. പക്ഷേ ഇന്ന് ആ ദുഷ്ടശക്തികൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഞങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ എടുത്തു കളയാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തപ്പോൾ ഞങ്ങളൊരു പുനർചിന്തനം നടത്തി. ഞങ്ങളെ സംബന്ധിച്ച് 2012 2020 കിഴക്കമ്പലം അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറണമെന്നോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണമെന്നോ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. ഇവിടെ LDF-ഉം UDF-ഉം ഭരിച്ച് ഈ കേരളത്തെ നശിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങൾ അവശത അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് അതിനൊരു മാറ്റം വരണം എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ അതിനെല്ലാം തുരങ്കം വെച്ച് അതിനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ നിലപാടുകൾ എടുത്തപ്പോഴാണ് ഞങ്ങൾ അധികാരത്തിൽ കൂടി മാത്രമാണ് ഇവിടെ വികസനം നടത്താൻ പറ്റൂ, ഇവിടെ ഒരു മാറ്റം നടത്താൻ പറ്റൂ എന്നുള്ള അറിവ് ആണ് ഞങ്ങളെ 2015 തിരഞ്ഞെടുപ്പിലേക്കും അതിനുശേഷം രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാനുമായിട്ടുള്ള തീരുമാനത്തിലേക്കും മാറ്റിയത്. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിണാമം വരണം. നമുക്ക് 14 വർഷം മുമ്പ് ഈ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്തുള്ള സാഹചര്യങ്ങളല്ല എന്നുള്ളത്. പലരും ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കില്ല എന്ന് പറഞ്ഞവര് എന്തുകൊണ്ട് സഖ്യമുണ്ടാക്കി? ഞാൻ പറഞ്ഞു, 2012 ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരണണ്ട എന്ന് തീരുമാനിച്ചിരുന്ന പ്രസ്ഥാനം 2015 മത്സരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. 2016 രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായുള്ള സാഹചര്യം വന്നു. അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും ഉണ്ടായ പരിണാമമാണ് ഇപ്പോൾ NDAയുടെ സഖ്യകക്ഷിയായിട്ട് മാറാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അതിൻ്റെ ഒരു കാരണം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടുത്തെ ഇടതും വലതും ചേർന്ന് SDPIയും PDPയും വെൽഫെയർ പാർട്ടിയും ചേർന്ന് 25 പാർട്ടികളെ ഞങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നൊരു തീരുമാനമെടുത്തപ്പോൾ അതിനെ അതിജീവിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ആ നിലപാടിലേക്ക് ഞങ്ങളെ മാറ്റിയത്. അപ്പോൾ ഒരുപക്ഷെ അന്ന് തുടങ്ങിയ അതിൽ നിന്നുള്ള സാഹചര്യങ്ങൾ മാറി ആ ഒരു പരിണാമം ഇന്നത്തെ ആധുനിക സമൂഹത്തിന്, യുവതലമുറയ്ക്ക്, ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള ഒരു മാറ്റം, ഒരു തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുത്തത്. ഇതിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കാര്യം ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തതാണോ എന്ന്. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെപ്പറ്റി പുറലോകം അറിയുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനം വിളിച്ച് ആ സമ്മേളനം നടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പാണ്.
ഇത് 2020 പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ചർച്ച ചെയ്ത് വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തുള്ളൊരു കാര്യമാണ്. ഈ ചർച്ചയിൽ പലരും സ്വതന്ത്രമായിട്ട് തന്നെ നിന്നാൽ മതി എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. UDFന്റെ കൂടെ ചേരണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ LDFന്റെ കൂടെ കൂടണമെന്ന് ചെയർമാൻ സാബു എം ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. LDFും UDFും പലവട്ടങ്ങളിലും പല ഘട്ടങ്ങളിലും സഖ്യത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ NDAയിലേക്ക് പോകാനാണ് രാഷ്ട്രീയമായിട്ട് തീരുമാനമെടുത്തത്. എന്തുകൊണ്ട് ഇപ്പോൾ മുന്നണി പ്രവേശം, നേരത്തെ ഒരു രാഷ്ട്രീയ മുന്നണിയിലും ചേരില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 14 വർഷം മുമ്പ് ഈ പാർട്ടി ആരംഭിക്കുമ്പോഴുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്.